കൊല്ലം നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ഇഴഞ്ഞു നീങ്ങുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ കൊതുക് നിർമ്മാർജ്ജന ശ്രമങ്ങളിൽ ഒതുങ്ങുന്നതായാണ് പ്രധാന വെല്ലുവിളി. കൊല്ലം കോർപ്പറേഷനിലെ പല ഡിവിഷനുകളിലും പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. കൊടും വേനലിന് ശേഷം വേനൽ മഴയെത്തിയിട്ടും കൊല്ലം നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ഇഴഞ്ഞു നീങ്ങുകയാണ്. വാടി, കടപ്പുറം പോലെയുള്ള മേഖലകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഓളയിൽ നിറഞ്ഞു കവിഞ്ഞ മാലിന്യങ്ങൾ നഗരത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ യഥാർത്ഥ ചിത്രം കാണിച്ചു തരും. മഴയെത്തും മുൻപേ മാലിന്യങ്ങൾ നീക്കാൻ കോർപ്പറേഷന് സാധിച്ചില്ലെന്ന് വ്യക്തം. കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടെന്നാരോപിച്ച BJP രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം 2000 മുതൽ കൊല്ലം കോർപ്പറേഷനായിട്ടാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മുനിസിപ്പാലിറ്റി ആയിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ ആയതിനു ശേഷം നമുക്കറിയാം CPMന്റെ ഭരണമാണ് നടക്കുന്നത്. ഇന്ന് വരെ നമുക്ക് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി ഒരു പദ്ധതി നമുക്ക് രൂപീകരിച്ചുകൊണ്ട് നിർത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ മാറ്റുന്നു, നാളെ അതിന്റെ ഇരട്ടി കൂടുന്നു. അപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ക്ലീൻ കേരള കമ്പനിയുടെ വണ്ടി വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവരെ അറിയിച്ചപ്പോൾ വണ്ടി എത്തുകയില്ല, ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മൾ മറ്റൊരു വണ്ടിയിലെടുത്ത് പോർട്ടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് പോലും പല ഡിവിഷനുകളിലും പൂർണ്ണമായി നൽകിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. ജനം, കൊല്ലം.